Hello guys, welcome back to my YouTube channel. So ചെന്നൈയിലെ ഡേ 2 ആണ്. അപ്പോൾ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സോ മീറ്റിംഗ് കഴിയാൻ നല്ല ലേറ്റ് ആയി. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ റാശി പറഞ്ഞു നമുക്ക് 10:30 പോകാമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് VR മോളുണ്ട്. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. റാശി ഇവിടെ ഉണ്ട്. റാശി പോവല്ലേ? പോവാം. ഓക്കെ. അപ്പം ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തു പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ പോണ വഴിയിൽ ATM കയറി. ഇപ്പോൾ മെട്രോയിലാണ് പോണത്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്റേഴ്സോ അതിൽ കുറവ് അത്രേ ഉള്ളൂ. അപ്പോൾ നടക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ആശുപത്രി നടക്കുക. അപ്പോൾ ATM കണ്ടപ്പോൾ പൈസ എടുക്കാൻ കയറിയതാണ്. ഓക്കെ. പിന്നെ എന്താ, പിന്നെ അത് മാത്രമല്ല നമ്മൾ റൂമിൽ നിന്ന് 500 മീറ്റേഴ്സ് ഉള്ളെങ്കിലും നമുക്ക് ഓട്ടോ വിളിക്കുകയാണെന്നുണ്ടെങ്കിലും അത് പ്രൈസ് എന്തായാലും 100 രൂപയായിരിക്കും. അതിൽ കുറവുള്ള ഒരു പൈസ ഇവിടെ ഓട്ടോയില്ല. സംഭവം നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ മിനിമം 100 ആണ്. ഇല്ല, പുറത്തുള്ളവരൊക്കെ വരുമ്പോ അവരിങ്ങനെ മുതലാക്കിപ്പിക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോ വണ്ടി ഇല്ലാത്തതല്ല, അപ്പൊ അതുകൊണ്ട് ഓട്ടോ ഇത് പിന്നെ അടുത്താണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ നടക്കാന്ന് വിചാരിച്ചു. പെട്ടെന്ന് എത്തും ചെയ്യും. പിന്നെ മെട്രോ ഉള്ളൊരു ഉപകാരം തന്നെയാണ് കേട്ടോ അവിടെ ചെന്നൈയില്. കാരണം നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ മെട്രോ ഉണ്ട്, എല്ലാവർക്കും എത്താം. അതുപോലെ തന്നെ ബ്ലോക്കും വേണ്ട. അയ്യോ ഗംഭീര ബ്ലോക്ക് അവിടെ. ചൂട് പറയാൻ ബാംഗ്ലൂരിന്റെ അത്ര ഇല്ല, മെട്രോ എളുപ്പം. പിന്നെ റെന്റേ കാർ നോക്കി, റെന്റേ കാർ ആണെന്നുണ്ടെങ്കിൽ 2500 ഒക്കെ സ്വിഫ്റ്റ്. 2500 നമുക്ക് സ്വിഫ്റ്റ് എടുക്കും, മറ്റേ ഇന്നോവ എടുക്കാം. ഗൈസ്, നമ്മളിപ്പോൾ VR മോളിലെത്തി. ഇനി നമ്മൾ വെച്ചിട്ട് ചെയ്യാം ഫുഡ് കഴിക്കട്ടെ. ഉച്ചയ്ക്ക് നല്ല നേരത്തെയാണ് ഫുഡ് കഴിച്ചത്. സോ അത് കാരണം കൊണ്ട് ഫുഡ് കഴിക്കണം. ഗൈസ്, വെച്ചിട്ട് ചെയ്യാൻ പണപ്പരാശി എനിക്ക് പക്ഷിയുടെ എന്തോ കാര്യമായിട്ട് വലിയ തെറ്റാണ്. അതുകൊണ്ട് നമ്മളെ മൈൻഡ് ചെയ്യണ്ട. എനിക്ക് പിന്നെ കോഫി ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. ഞാനും കൊണ്ട് വാങ്ങിത്തരണം. എൻ്റെ പേര് സഹറ. എങ്ങനെയുണ്ട്? എനിക്കാണെങ്കിൽ ഞാൻ കോഫി ഫ്ലേവറാണ്. സോ അതുകൊണ്ട് എനിക്ക് കോഫി ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ പോകാനുള്ള പരിപാടിയാണ്. കുറച്ചധികം ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. കുറച്ചധികം ഇല്ല, കുറച്ച് ഐറ്റംസ്. മെട്രോനെ കാത്തിരിക്കാൻ എൻ്റെ മെട്രോ ഇനിയും തമ്മിൽ അതിലാണോ? നമ്മൾ മെട്രോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. റൂമിൽ പോകാതെ ഭക്ഷണം കഴിക്കാൻ റൂമിൽ പോയിട്ട് കഴിക്കാം. മെട്രോ ഗൈസ്, നമ്മൾ അങ്ങനെ റൂം ചെക്കൗട്ട് ചെയ്ത് ഇതാ ഇറങ്ങി. ലഗേജ് ഒക്കെ ഇതാ ഉണ്ട്. സോ ഇനി നമ്മൾ നേരെ 7:30ക്കാണ് ഫ്ലൈറ്റ്. 7:30ക്കല്ലേ? 7:30ക്കാണ് ഫ്ലൈറ്റ്. ഗൈസ്, നമ്മളിതാ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഒരു കൊള്ളൊക്കെയാണ് മെട്രോയ്ക്കാണ് പോണത്. സോ ഇനി മെട്രോ ചെന്ന് 7 മണിക്കാണ് ഫ്ലൈറ്റ്. 7 മണിക്ക് 7:30ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഇതാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഭയങ്കര തിരക്കാണ് ഇവിടെ. കുറേ ടൈപ്പ് ഓഫ് ലാംഗ്വേജിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. മലയാളീസ് ഉണ്ട്, തമിഴ് ഉണ്ട്, തെലുങ്ക് ഉണ്ട്, പഞ്ചാബീസ് ഉണ്ട്. കുറേ മലയാളീസ് ഉണ്ടല്ലോ. നമ്മൾ ഇന്നലെ കണ്ടില്ലേ? റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് മെട്രോൻ്റെ സോ പിന്നീട് ആ മെട്രോ വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി മെട്രോ കയറി. പക്ഷേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല ഗായ്സ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ നിന്നു. പിന്നെ നല്ല തിരക്കായിരുന്നു. നമ്മൾ എയർപോർട്ടിലെത്തി. മെട്രോയിലായിരുന്നു. മെട്രോ വന്ന് ഇറങ്ങിയതാണ് എയർപോർട്ടിലെത്തി. നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്കുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ചെയ്തുകൊണ്ട്. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മെട്രോ വന്ന് ഇറങ്ങി ഡയറക്റ്റ് എയർപോർട്ടിലെത്തി. സോ
ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് ബാക്കി റാഷിദ സെയിം ടീഷർട്ട് എൻ്റെ വ്ളോഗിൽ മനഃപൂർവ്വം ഇതന്നെ ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സെയിം ടീഷർട്ടിന് എടുത്തിട്ടുണ്ട് കൈ. ഇവൻ എന്ത് വേണം പറയൂ. ഞങ്ങളിതാ എയർപോർട്ടിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കണതാ. ഇന്റർനാഷണൽ ടെർമിനലും ഡൊമസ്റ്റിക് ടെർമിനലും എഴുതി വെച്ചിട്ടുണ്ട്. ആ എന്ന് ഭയങ്കര ചൂട്. ഇവിടെ എ സി ഇല്ല ഗൈസ്, അവിടെ മാത്രമേ എ സി ഉള്ളൂ. എന്താ പറയാനുള്ളത് റാശി? അങ്ങനെ പറയരുത്. അതെ, ഓ നടന്നല്ലെങ്കിൽ തന്നെ നടന്നു വയ്യ. അതെ, എന്നിട്ട് എന്തിനാ നടക്കണ്? ഞാൻ നടക്കില്ല, ഞാൻ അവിടെ നിൽക്കാം. നമ്മൾ എയർപോർട്ടിലെത്തി. നല്ലൊരു കോഫി കിട്ടുമെന്ന് വിചാരിച്ചു വന്ന. എന്താണ് കോഫി? ആ റാഷിക്ക് ടീം, എനിക്ക് കോഫി. നിങ്ങൾ കേൾക്കണം, ഒരു കോഫിയും ഒരു ചായയും ഓർഡർ ചെയ്തപ്പോഴേക്കും 530 ഉറുപ്പിക. നമ്മുടെ നാട്ടില് 10 ഉറുപ്പിക കിട്ടുന്ന കോഫി ചായയാണ്. കോഫിക്ക് ചിലപ്പോൾ 20 ഉറുപ്പിക ഉണ്ടാവും, എന്നാലും എന്താപ്പത്. ഒരു കോഫിയും ഒരു ചായയും ഞങ്ങൾ ഓർഡർ ചെയ്തു 530 രൂപ. നമ്മുടെ നാട്ടില് 10 ഉറുപ്പിക കിട്ടുന്ന ചായ അല്ലത്, അതും പഞ്ചസാര നമ്മൾ ഇടണം. അറിയില്ല, വെള്ളം വന്നാണ്. വെള്ളം തന്നില്ല. വെള്ളം പോയി ചോദിച്ചിട്ടോ. വെള്ളം 2 ചായയും മേടിച്ചു. എത്ര 708 രൂപയെല്ലാം ടോട്ടൽ. എന്തായാലും എന്നിട്ട് അതിൽ പഞ്ചസാര നമ്മൾ ഇറക്കും ചെയ്യണം. ഇതെന്താ നമുക്ക് ഫുള്ള് വെള്ളം. ഞാൻ മേടിച്ചിട്ട് പൈസ കൊടുക്കുമ്പോൾ മൂപ്പിന്റെ കണ്ടിന്യൂ തീർച്ചയായിട്ടും 208 രൂപയാണ്. കോഫി കുടിക്കട്ടെ, സ്പെഷ്യൽ ആണോ നോക്കട്ടെ. ഗൈസ്, ഇതാ റാഷിയോടെ സെൽഫ് ചെക്കിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. സെൽഫ് ചെക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ പോയിരിക്കാമല്ലോ. പിന്നെ നമ്മൾ ടൈം ആകുമ്പോൾ അങ്ങോട്ട് പോകാൻ മതിയല്ലോ. പിന്നെ മറ്റോടത്താണെങ്കിൽ നല്ല തിരക്കാണ്. പിന്നെ ആകെ കച്ചറ തിരക്ക്. പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർ വരുമ്പോൾ തന്നെ ഫുൾ ആൾക്കാർ ഇടയിൽ കയറലും അങ്ങനെ ഫുള്ള് കച്ചറയായിരുന്നു. അപ്പോൾ അത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ വന്നിട്ട് സുഖമായിട്ട് ചെയ്യാനത്. സോ അങ്ങനെ ഞങ്ങൾ സെൽഫ് ചെക്കിങ് ചെയ്യാണ്. സംഭവം ഇത് കൊള്ളാട്ടോ, പെട്ടെന്ന് ചെക്കിങ് കഴിഞ്ഞു. സിമ്പിളാണ്. അതിപ്പോൾ ഹാൻഡ് ലഗേജ് അല്ലാതെ ലഗേജ് ഉള്ളവർക്കും ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ബോർഡിങ് സെൽഫ് ചെക്കിങ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ലഗേജ് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി. സംഭവം സെറ്റപ്പ് ആയിരുന്നു. ഇതേ അടിപൊളി. എന്താ ഞാൻ അയ്യോ അല്ല ഗൈസ്, ഞാൻ വീട്ടിൽ വന്നു. എന്തേലും പറ ഗൈസ്. അതാ ഫ്ലൈറ്റ് എടുത്തു. പിന്നെ ഇതാ ഫ്ലൈറ്റ് വന്നു. അപ്പം നല്ല ക്യൂ ആയിരുന്നു. ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് സൈഡിൽ തന്നു. ക്യൂ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നിൽക്കാൻ തോന്നുന്നു റാഷി. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഫ്ലൈറ്റ് പോണതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് അവിടെ സൈഡിൽ വന്ന് നിർത്തിയേക്കായിരുന്നു. പിന്നെ ഇതാ പൈലറ്റിനൊക്കെ അതിൻ്റെ ഉള്ളിൽ നൈസ് എടുക്കാനുണ്ട്. വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. പിന്നെ ഗൈസ്, ഫ്ലൈറ്റ് 1 മണിക്കൂർ ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോ 3/4 മണിക്കൂറോ അങ്ങോട്ട് ലേറ്റായിരുന്നു. ഭയങ്കര ലേറ്റായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് പോസ്റ്റായി, കുറേ സമയം നിന്ന് പോസ്റ്റായി. സോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റ് വന്നപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ റാഷി ലഗേജൊക്കെ എടുത്തതാണ്. മെല്ലെ കയറി തന്നെ പാവം വയ്യാതെ ക്ഷീണിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കയറി. പിന്നെ സീറ്റ് നമ്പർ തപ്പി കണ്ടുപിടിച്ച് അവിടെ പോയി ഇരുന്ന്. പിന്നെ ഫ്ലൈറ്റിൽ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ സോ ഗൈസ്, നമുക്ക് പോകുമ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ റാഷി എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് വിൻഡോ സീറ്റൊക്കെ എടുത്ത് തന്നു. ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ നല്ല രസമുള്ള വ്യൂ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഷോർട്സൊക്കെ എടുത്തു. പിന്നെ ഈ കോയമ്പത്തൂർ എയർപോർട്ടിലെത്തി. കോയമ്പത്തൂർ എയർപോർട്ടിൽ നോക്കിയപ്പോൾ ഫുള്ള് ആട്, പശു, പിന്നെ എന്തോ അങ്ങനത്തെ മൃഗങ്ങളുടെയൊക്കെ
ശില്പം പോലെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ നേരെ വണ്ടിയുടെ അടിക്ക് പോകുന്നു. പുഡിങ്കോ പ്ലീസ് പുഡിങ്കോ. ഇതാക്കി വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. കിട്ടി ഗൈസ്. പിന്നെ അതാ സേഫായിട്ട് വണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും റാഷിയും വേണ്ടി ലഗേജ് കയറ്റാമെന്ന് വിചാരിച്ച് പോയി. റാഷി ഇതാ റിട്ടേൺ ലഗേജൊക്കെ കയറ്റുകയാണ്. സോ നമ്മുടെ വണ്ടിക്ക് അങ്ങനെ ഡാമേജ് ഒന്നുമില്ല. പിന്നെ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ട്, നമ്മൾ വന്നതിനെക്കാട്ടും കൂടുതൽ പൊടി പിടിച്ചിട്ടുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വെള്ളം നമുക്ക് കാറിലിരിക്കുമ്പോൾ വേണമല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്കി തുറക്കാൻ എളുപ്പമില്ല. കാരണം വെള്ളം മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ ലഗേജൊക്കെ റാഷി കയറ്റി അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റി. എന്നിട്ട് നമ്മളിതാ വണ്ടി എടുത്ത് റിട്ടേൺ പോവാണ്. ഇനി ഡയറക്റ്റ് വീട്ടിലേക്കാണ്. ഫൈനലി ഇതാ നമ്മൾ സേഫായിട്ട് കോയമ്പത്തൂരെത്തി. നമ്മുടെ വണ്ടി തെരഞ്ഞ കണ്ടിട്ട് കിട്ടി. ഇനി ബസ്സിട്ട് വയ്യ, ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കണം. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറിയ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയതിന് ശേഷം ഞങ്ങൾ ഡയറക്റ്റ് വീട്ടിലേക്കാണ് പോയത്. സോ എനിക്ക് വേറെ ക്ലിപ്സൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ടയേർഡായതുകൊണ്ട് ഞാൻ അങ്ങനെ ക്ലിപ്സൊന്നും എടുത്തില്ല. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ചെന്നൈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. സോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ ദിവസം വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.